ഈ ലോകത്ത് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവർ ചിലപ്പോൾ നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊറിയൻ മനസാക്ഷിയെ ഞെട്ടിച്ച സൈക്കോളജിക്കൽ ത്രില്ലറായ ഫോർഗോട്ടൻ എന്ന കൊറിയൻ മൂവിയാണ്. കഥ തുടങ്ങുന്നത് ഒരു 4 അംഗ കുടുംബത്തിലൂടെയാണ്. അച്ഛൻ, അമ്മ, ജിൻസൂക്ക് നമ്മുടെ ഹീറോ, അവൻ്റെ സഹോദരൻ യൂസൂക്ക്. അവർ പുതിയ വീട്ടിലേക്ക് മാറുന്നു. അവർ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ ഒരു റൂം മാത്രം അടഞ്ഞു കിടക്കുന്നത് കാണുന്നു. എന്നാൽ അവൻ്റെ ചേട്ടൻ അതിൽ പഴയ ഓണറിൻ്റെ സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് താഴെ അമ്മയെ സഹായിക്കാൻ പോകുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹീറോ ആ റൂമിനെ പറ്റി വീണ്ടും ചോദിക്കുന്നു. എന്നാൽ അവൻ്റെ അച്ഛൻ അത് പഴയ ഓണറിൻ്റെ ആണെന്നും അത് തുറക്കുവാനേ പാടില്ല എന്നും പറയുന്നു. അപ്പോഴാണ് അടച്ചിട്ട ആ മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ മറ്റുള്ളവരാരും ആ ശബ്ദം കേൾക്കുന്നതേയില്ല. വീണ്ടും രാത്രിയിൽ അവൻ ആ ശബ്ദം കേൾക്കുന്നു. ആ റൂം തുറക്കാൻ ചെന്നപ്പോൾ അവൻ്റെ സഹോദരൻ ഉടൻ വന്ന് അവനെ വിളിക്കുന്നു. എന്നാൽ ആ മുറിയിൽ ഒരു നിഴൽ ഇവൻ കാണുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു വാക്കിന് രാത്രിയിൽ പോകുന്നു. എന്നാൽ സഹോദരൻ അച്ഛൻ കോൾ ചെയ്തു വീട്ടിലോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുന്നു. അവൻ പോകുന്ന വഴിക്ക് കുറച്ച് കള്ളന്മാർ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ഹീറോ അത് കണ്ട് രക്ഷിക്കാൻ വരുന്നു. പക്ഷേ അതിനു മുന്നേ അവർ സ്ഥലം വിടുന്നു. പോലീസ് അന്വേഷിക്കുന്നു. ആഴ്ചകൾ കടന്നു പോകുന്നു. എന്നാൽ സഹോദരൻ്റെ ഒരു വിവരവുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഹീറോയിന് രാത്രി ധാരാളം സ്വപ്നങ്ങൾ കാണുന്നു. ആരൊക്കെയോ ഇടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെയായിട്ട് സ്വപ്നങ്ങൾ. 19 ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ചേട്ടൻ തിരിച്ചു വരുന്നു. എന്നാൽ അവൻ്റെ ചേട്ടൻ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മ വരുന്നില്ല എന്ന് പോലീസിനോട് പറയുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഹീറോയുടെ ചേട്ടൻ്റെ കാലിന് ഒരു പ്രത്യേകത ഹീറോ കണ്ടെത്തുന്നു. എന്നാൽ ചേട്ടൻ അത് സാരമാക്കാതെ പോകുന്നു. അന്ന് രാത്രിയിൽ ഹീറോയുടെ ചേട്ടൻ ഒരു ടാക്സി പിടിച്ച് കുറേ ആളുകളെ കാണാൻ പോകുന്നതായി ഹീറോ കാണുന്നു. ആ ആളുകളാണ് പോലീസ് എന്നും പറഞ്ഞ് അന്ന് വീട്ടിൽ വന്നതെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. എന്നാൽ അവർ അവനെ കാണുന്നു. അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ അവൻ രക്ഷപ്പെട്ട് നേരെ പോകുന്നത് അവൻ്റെ ചേട്ടൻ്റെ മുന്നിലേക്ക് തന്നെയാണ്. അവൻ്റെ ചേട്ടൻ അവനെ ബോധം കെടുത്തുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഹീറോ വീട്ടിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ ചേട്ടൻ കൂടെ കിടക്കുന്നു. അവൻ ഇന്നലെ കണ്ടത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയുന്നില്ല. എന്നാൽ അവർ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നു. പക്ഷേ അവൻ്റെ ചേട്ടൻ എങ്ങനെയൊക്കെയോ അവനെ കൺവിൻസ് ആക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ്റെ ചേട്ടൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതവൻ്റെ ചേട്ടനല്ല എന്ന് അവന് അമ്മയോട് പറയുന്നു. അന്ന് രാത്രി ഹീറോ താഴെ വീഴുമ്പോൾ അവൻ്റെ അമ്മ രാവിലെ ഹീറോ പറഞ്ഞ കാര്യം അവൻ്റെ ചേട്ടനോട് ഫോൺ വിളിച്ചു പറയുന്നത് അവൻ രഹസ്യമായി കേൾക്കുന്നു. ഹീറോയ്ക്ക് എന്തോ ശരിയല്ല എന്ന് തോന്നുന്നു. സമയം കളയാതെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസിനോട് അവൻ്റെ പേരൻസും ചേട്ടനും എല്ലാം അഭിനയിക്കുകയാണെന്നും അവരൊന്നും ഇവൻ്റെ ഫാമിലി അല്ല എന്നും പറയുന്നു. പോലീസ് ഡീറ്റെയിൽസ് നോക്കുന്നു. എന്നിട്ട് അവൻ 1977 ജനിച്ചത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ 1997 ആണ് അവൻ ജനിച്ച വർഷമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴാണ് അവൻ അവിടെ ഒരു കലണ്ടർ കാണുന്നത്. അതിൽ വർഷം 2017 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ വയസ്സ് 40. അവൻ ഇത്രയും നാളും 20 വയസ്സായിട്ടുള്ളൂ എന്നാണ് അവൻ കരുതിയിരുന്നത്. എന്തൊക്കെയോ എവിടേക്കോ ശരിയല്ല എന്ന് മനസ്സിലാകുന്നു. തന്നെ പറ്റിച്ച കുടുംബത്തെ കാണാൻ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവൻ ആ തുറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തുറക്കുന്നു. പക്ഷേ അവൻ അവിടെ കാണുന്നത് ഒരു പാവ ബ്ലഡൊക്കെയായി കിടക്കുന്നതാണ്. റൂമിലാണെങ്കിൽ ഒരു പാട്ടും വെച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ട് വരുന്നു. 20 വർഷം മുൻപ് 1997 ഇതേ റൂമിൽ ഒരു അമ്മ, ഒരു കുട്ടി മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു. എന്നാൽ കുറ്റവാളിയെ കണ്ടെത്താനായിട്ടില്ല. അവസാനം ആ സ്ത്രീയുടെ കുടുംബം ആ കുറ്റവാളിയെ കണ്ടെത്തി. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ആർക്ക് വേണ്ടി അവൻ ചെയ്തു എന്ന് അവൻ പറയുന്നില്ല. അതാണ് നമ്മുടെ ഹീറോ. എന്നാൽ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഓർമ്മ പോലുമില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്തതാണ്. ഹീറോയുടെ അച്ഛനായ ഒരു ഡോക്ടർ വന്നു അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി കാണിച്ച് അവനെ കൺഫ്യൂസ് ആക്കി അവൻ ആ കൊലപാതകം ചെയ്തത് എങ്ങനെയെന്ന് അറിയിക്കാൻ വേണ്ടി, അവനെ ട്രിഗർ ചെയ്ത് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. അവന് പഴയതൊന്നും ഓർമ്മ വരാത്തത് കൊണ്ട് അവനെ കൊല്ലാൻ ഇവർ തീരുമാനിക്കുന്നു. അവൻ രക്ഷപ്പെടുന്നു. പക്ഷേ അവനൊരു ആക്സിഡൻറ്റ് പറ്റി അവൻ ഹോസ്പിറ്റലിലാകുന്നു. അവൻ പഴയ ഓർമ്മകളൊക്കെ വരുന്നു. വർഷം 1997 അവിടെ ഹീറോയും ഫാമിലിയും ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. പേരൻസ് മരണപ്പെട്ടു പോകുന്നു. ചേട്ടനാണെങ്കിൽ കോമയിലാകുന്നു. ചേട്ടൻ്റെ ചിലവുകൾക്ക് ഹീറോയുടെ കയ്യിൽ പണമില്ല. അവൻ ജോലിക്ക് ശ്രമിക്കുന്നു. എന്നാൽ ജോലിയൊന്നും അവന് സെറ്റാകുന്നില്ല. ഒരു ദിവസം അവന് ഒരു മെയിൽ വരുന്നു. എത്ര വേണേലും പണം തരാം, ഒരാളെ കൊല്ലണമെന്നാണ് ആ മെയിൽ. പൈസ കിട്ടാൻ വേണ്ടി അവൻ ഓക്കെ പറയുന്നു. ഹീറോ ആ വീട്ടിലെത്തുന്നു.
എന്നാൽ അവിടുത്തെ സ്ത്രീയും കുട്ടിയും അവനെ കാണുന്നു. അവർ അലറി വിളിക്കുന്നു. അവിടെ പിടിവലിക്കിടയിൽ ആ സ്ത്രീ സ്റ്റെപ്പിൽ നിന്നും താഴെ വീഴുന്നു. കുട്ടിയുടെ മേലെ അറിയാതെ കത്തി കൊള്ളുന്നു. അമ്മ അത് കണ്ടിട്ട് ഓടി വരുന്നു. പക്ഷേ അവിടെ ഉന്തും വലിയും കാരണം അമ്മയുടെ ദേഹത്തും അറിയാതെ കത്തി കൊള്ളുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മരിക്കുന്നു. ഈ മുറിയിലാണ് ആദ്യം കയറരുത് എന്ന് ഹീറോയോട് അവർ പറയുന്നത്. എന്നാൽ ആ വീട്ടിൽ 3 ആളുകളുണ്ടായിരുന്നു. അമ്മയും 2 കുട്ടികളും. അമ്മയും മകളുമാണ് മരിക്കുന്നത്. മകൻ മരിക്കുന്നില്ല. ആ കുട്ടിയാണ് ഹീറോയുടെ പ്രസൻറ്റിലെ ചേട്ടനായി അഭിനയിച്ച യൂസുഫ്. അവൻ അവിടെ ഒരു ഫോട്ടോ യാദർച്ഛികമായി കാണുന്നു. അത് ഹീറോയുടെ ബ്രദറിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിൻ്റെ കുടുംബമാണ്. ആ ഡോക്ടർ തന്നെയാണ് അവരെ കൊല്ലാൻ ഏൽപ്പിക്കുന്നത്. ഇൻഷുറൻസ് ഫ്രോഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ആ ഡോക്ടറിൻ്റെത്. ഇതൊക്കെ എന്നാൽ ആ ഡോക്ടർ ഭാര്യ മാത്രം കൊല്ലാനാണ് പറഞ്ഞത്. കുട്ടിയെ കൊല്ലാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കുട്ടി മരിച്ചു എന്ന് കേട്ട് ദേഷ്യം വന്ന ഡോക്ടറും ഹീറോയുമായി വഴക്കുണ്ടാകുന്നു. പിടിയും വലിയും നടക്കുന്നതിൻ്റെ ഇടെ അബദ്ധവശാൽ ഡോക്ടർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുന്നു. പ്രസൻറ്റ് സീൻ കാണിക്കുമ്പോൾ ഹീറോ ഹോസ്പിറ്റലിലാണ്. അവൻ്റെ ചേട്ടനായി അഭിനയിച്ച യൂസുഫ് അവിടെ വരുന്നു. ഹീറോ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ അവൻ്റെ അച്ഛനാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് മാത്രം പറയുന്നില്ല. ജൂയോങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ഒരു കുടുംബത്തെ ഉപദ്രവിച്ച ഹീറോ താൻ ജീവിക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കി സൂയിസൈഡ് ചെയ്യുന്നു. തൻ്റെ അച്ഛൻ കാരണമാണ് തൻ്റെ അമ്മയും അനിയത്തിയും മരിച്ചതെന്നും തൻ്റെ ജീവിതം ഈ നിലയിലായതും എന്നറിഞ്ഞ യൂസുഫ് ഹോസ്പിറ്റലിന് മുകളിൽ നിന്നും താഴോട്ട് ചാടിയും സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ ഈ കഥ അവസാനിക്കുന്നു.